ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയ മോഷ്ടാവിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. CCTV-യിൽ പതിഞ്ഞ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഇയാളാണ് സെയ്ഫ് അലി ഖാന്റെ ആക്രമിച്ചത്, വീട്ടിൽ കയറി ആക്രമിച്ചത്, മോഷണം നടത്താൻ ശ്രമം നടത്തിയത് ഇയാളാണ്. ഇയാളെ എതിരിടുന്നതിനിടയിലാണ് സെയ്ഫ് അലി ഖാനെ കുത്തേൽക്കുകയൊക്കെ ചെയ്തത്. ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, പ്രതിയുടെ ചിത്രം എന്തായാലും പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാളുടെ ചിത്രം കണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസിന് മറ്റ് സമാന കേസുകളിൽ എന്തെങ്കിലും പ്രതിയായ രീതിയിൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഈ ചിത്രം കണ്ടു തന്നെയാണ് പോലീസ് ഈ കുറ്റവാളിയെ, അക്രമിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ ചിത്രം മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം അയച്ച് സംസ്ഥാന വ്യാപകമായിട്ടൊരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആക്രമണം നടത്തിയ ശേഷം ഇയാൾ രക്ഷപ്പെടുന്നതിനിടയിൽ ഈ എസ്കേപ്പ് എക്സിറ്റ്, അവിടെയുള്ള എമർജൻസി എക്സിറ്റ് ഗോവണിയിൽ ഇറങ്ങി വരുന്ന ദൃശ്യമാണത്. അവിടെയുള്ളൊരു CCTV ക്യാമറയിലാണ് ഈ ദൃശ്യം പകർന്നിരിക്കുന്നത്. 2:33 പുലർച്ചെ 2:33 സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ക്യാമറയിൽ. അതായത് കൃത്യമായിട്ടും സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അയാൾ ആ വീട്ടിൽ നിന്നും അതേ എമർജൻസി എക്സിറ്റ് ഗോവണി വഴി ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് ഈ ദൃശ്യം ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പോലീസ് കണ്ടെത്തി അത് പ്രതിയെ തിരിച്ചറിയാനും സഹായിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്, ഈ ദൃശ്യങ്ങൾ നോക്കി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇയാളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും മുംബൈ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് ബാന്ദ്ര കേന്ദ്രീകരിച്ച് തന്നെ നടന്ന സമാനമായിട്ടുള്ള മോഷണങ്ങൾ, സമീപകാലത്തുണ്ടായ മോഷണങ്ങളെല്ലാം എടുത്ത് അതിലെ സസ്പെക്റ്റുകളെ പറ്റി പരിശോധിച്ചും അതുപോലെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് ഈ ചിത്രം അയച്ചു കൊടുത്തുള്ളൊരു പരിശോധനയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും വലിയൊരു സംഘം തന്നെയാണ് ഉള്ളത്, പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും. വൈകാതെ അക്രമിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനുശേഷമായിരിക്കും ഇയാൾ എങ്ങനെ അകത്തെത്തി എന്നുള്ള കാര്യത്തിലടക്കം ഒരു വ്യക്തത പോലീസിനും ഉണ്ടാവുക.